അപ്പം നാലാമത്തെ മെത്തേഡാണ് ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ. ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ. ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ എന്താണെന്ന് ആദ്യം എഴുതുന്നിട്ട് ഞാൻ അതിന്റെ കൺസെപ്റ്റ് പറഞ്ഞുതരാം. വെൻ ആൻ organic compound when an organic compound is present in an aqueous medium, it is separated by shaking it. ഏതാ ഒരു സെക്കൻഡ് പ്രസന്റേഷൻ ചെയ്യുന്നു. ഇപ്പൊ കാണാമോ? ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ ഹെഡിങ് എഴുതുക. നാലാമത്തെ പ്യൂരിഫിക്കേഷൻ മെത്തേഡ് ആണ്. അപ്പം അതിനകത്ത് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടിനെ when an organic compound is present in an aqueous medium, it is separated by shaking ആണ്. by shaking it with an organic shaking it with organic solvent in which it is more soluble than in water. The organic compound, the organic solvent and aqueous solution should be immiscible with each other. എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഈ ടെക്നിക്ക് എന്താ അറിയോ? ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഞാനൊരു ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കുന്നു, അല്ലെ പോട്ടെ, ഞാൻ വെള്ളം എടുക്കുന്നു. ഞാൻ അത് വെച്ചിട്ട് എക്സാമ്പിൾ പറയാം, എല്ലാവരും ശ്രദ്ധിച്ചോണം. വെള്ളത്തിനകത്ത് ഞാൻ ഉപ്പ് കലക്കുന്നു. എനിക്ക് ഉപ്പിനെ വെള്ളത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് കിട്ടണം. അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നത് അറിയാമോ? അതായത് വെള്ളത്തിനെക്കാട്ടിലും ഉപ്പിനെ ഡിസോൾവ് ചെയ്യിക്കാൻ പറ്റുന്ന എന്നാൽ വെള്ളവുമായിട്ട് മിക്സ് ചെയ്യാത്ത ഒരു സോൾവെന്റിനെ നമ്മൾ എടുത്തിട്ട് ഇതിനകത്തോട്ട് മിക്സ് ചെയ്യുക. ഉദാഹരണം കെറസിൻ. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചോണം, ഞാൻ വെള്ളം എടുക്കുന്നു, വെള്ളത്തിനകത്ത് ഉപ്പിടുന്നു, വെള്ളം കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഉപ്പുവെള്ളമായിട്ട് മാറുന്നു, അല്ലേ? എനിക്ക് ആ വെള്ളത്തിൽ നിന്ന് ഉപ്പിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഞാൻ എന്ത് ചെയ്യണം? വെള്ളത്തിനെക്കാട്ടിലും ഉപ്പിനെ ഡിസോൾവ് ചെയ്യാൻ കഴിവുള്ള വേറൊരു സോൾവെന്റ് എടുത്തിട്ട് ഇതിനകത്ത് ആഡ് ചെയ്താൽ മതി. പ്രൊവൈഡഡ് ഒരു കാര്യം എന്താണ്? വെള്ളവും ആ ചേർക്കുന്ന സോൾവെന്റും തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല? മിക്സ് ആവാൻ പാടില്ല. അങ്ങനെ നമുക്ക് ഒരു കാര്യം എടുക്കാം. നമ്മൾ വെള്ളം എടുക്കുന്നു, അതേപോലെ തന്നെ ഉപ്പിടുന്നു, ഉപ്പുവെള്ളമാകുന്നു. ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ കെറസിൻ ആഡ് ചെയ്യുന്നു. കെറസിനും വെള്ളവും എന്ത് ചെയ്യത്തില്ല? ഒരിക്കലും മിക്സ് ആകത്തില്ല. പക്ഷേ വെള്ളത്തിനകത്ത് ഉപ്പ് സോലുബിൾ ആകുന്നതിലും പെട്ടെന്ന് കെറസിനകത്ത് ഉപ്പ് സോലുബിൾ ആവും. അപ്പൊ പെട്ടെന്ന് അതിനെ ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നു? വലിച്ചെടുക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന അതിനെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ ഓർഗാനിക് കോമ്പൗണ്ട് നടക്കുന്ന ടെക്നിക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഞാൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞതാ. അത് ഓർഗാനിക് കെമിസ്ട്രിക്ക് ഓർഗാനിക് കോമ്പൗണ്ട് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതാണ് പറയുന്നത് when an organic compound is present in an aqueous medium. aqueous എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ കലക്കിയ അവസ്ഥയിൽ it is separated by shaking it with an organic solvent. വേറൊരു ഓർഗാനിക് സോൾവെന്റ് ആഡ് ചെയ്തു in which it is more soluble than in water. അല്ലേ? The organic solvent and aqueous solution should be immiscible with each other. അത് തമ്മിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? മിക്സ് ചെയ്യാൻ പാടില്ല. ഇതാണ് മനസ്സിലായത്? ഉപ്പ് വെള്ളത്തിനെക്കാട്ടിലും വെള്ളത്തിൽ ഉപ്പ് ഡിസോൾവ് ചെയ്യുന്നതിലും നന്നായിട്ട് വെള്ളം കെറസിനകത്ത് ഡിസോൾവ് അതിനെ ഇങ്ങോട്ട് അബ്സോർബ് ചെയ്യും. അതാണ് ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ. ആ ഒരു ടെക്നിക്കിനാണ് ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ എന്ന് പറയാം. നല്ല വെള്ളമായാലും പക്ഷെ ആ കെറസിനെ കൂടെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം. പ്യൂരിഫിക്കേഷൻ മെത്തേഡ് ഉണ്ടല്ലോ. എടാ, നിങ്ങൾ കുഴൽക്കിണറിൽ നിന്ന് എടുക്കുന്ന വെള്ളത്തിനകത്ത് മെർക്കുറിയും ആർസനിക്കും പോലെയുള്ള പോയിസണസ് സാധനങ്ങളാക്കിയായിരിക്കും പലയിടത്തും ഇതിനകത്ത് നിന്ന് കിട്ടുന്നത്. അവിടെ നിന്ന് നിങ്ങൾ കുടിക്കാൻ പാകത്തിന് അതാക്കണമെങ്കിൽ അവിടെ പ്യൂരിഫയർ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്.
എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുത്തെ വെള്ളം കുടിക്കാതിരിക്കണം, അല്ല, അത് പ്യൂരിഫൈ ചെയ്തിട്ട് കുടിക്കുന്നത്. വെള്ളത്തിനകത്ത് നിങ്ങളിപ്പം കുഴൽക്കിണറിനകത്തു നിന്നൊക്കെ വെള്ളം എടുക്കുവാണെങ്കിൽ ഇപ്പൊ പല സ്ഥലത്തെ വെള്ളത്തിനകത്തും ഈ ഓരോ മെറ്റലിന്റെ കണ്ടന്റ് ഒക്കെ കാണപ്പെടുന്നുണ്ട്. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു ഫ്ലാറ്റ് ഉണ്ട്. ആ ഫ്ലാറ്റിലെ ഒരു 3 കുഴൽക്കിണറുണ്ട്. അതിനകത്ത് ഒരു കുഴൽക്കിണറിനകത്തെ വെള്ളത്തിനകത്ത് എപ്പോഴും മെർക്കൂറി കണ്ടന്റ് കൂടുതലാണ്. കുടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതാണ് സ്ലോ ആയിട്ട് നമ്മുടെ ബ്രെയിൻ സെല്ലിനെ ഡാമേജ് ചെയ്തിട്ട് നമ്മളെ എന്ത് ചെയ്യും, കൊല്ലും. സ്ലോ പോയിസൺ പോലെ. പിന്നെ അത് അവര് ഇത് ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് അങ്ങനെ പല എന്താ സെറ്റപ്പ് ചെയ്തിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, കുടിക്കുന്നത്. മനസ്സിലായോ? അത് ഡേഞ്ചറാണ്. മനസ്സിലായോ? നമുക്കറിയാൻ പറ്റത്തില്ല. ചില റീജിയനിലുള്ള നമ്മൾ കുഴിച്ചു കുഴിച്ചല്ല പോകുന്നത്. കുഴിച്ചു കുഴിച്ചു പോകുമ്പോൾ ആ മണ്ണിനടിയിൽ എന്തിന്റെയൊക്കെ കണ്ടന്റ് ആണ്, പല മെറ്റൽസിന്റെയും ഇത് കാണും. അത് വെള്ളത്തിനകത്ത് എന്ത് ചെയ്യും, മനസ്സിലെ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇത്. ഇപ്പൊ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനകത്ത് തന്നെ, ഇപ്പം കുഴൽക്കിണറിനകത്തെ വെള്ളത്തിനകത്ത് തന്നെ കാൽസ്യവും മഗ്നീഷ്യം സോൾട്ടും ഡിസോൾവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് കട്ടിയ ഹാർഡ് വാട്ടർ എന്ന് പറയുന്നത്. അതിനെ നമുക്ക് എന്താണ് വേറെ പല സാധനങ്ങൾ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഹാർഡ് വാട്ടറിനെ നമുക്ക് നോർമൽ എന്താണ് നമ്മുടെ കിണറ്റിലെ വെള്ളം പോലെ ആക്കി എടുക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അപ്പൊ അങ്ങനെയൊക്കെ കുറെ കൺസെപ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, ജനറലി പറഞ്ഞതാണ്. ഇതാണ് ഇതിന്റെ കൺസെപ്റ്റ്. ഇനി അടുത്തത് എഴുതിക്കോളൂ, ക്രോമാറ്റോഗ്രഫി. എക്സാമ്പിൾ ഒന്നുണ്ട്, ക്രോമാറ്റോഗ്രഫി. ഇതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല, എന്നെ അങ്ങ് പഠിപ്പിക്കുന്ന പോകുന്നയാ. ക്രോമാറ്റോഗ്രഫി ഏതാ ഏതാണ്? അത് ഇത് സെപ്പറേറ്റ് ഒരു ഇതാണ്, എഴുതിക്കോ. കോളം ക്രോമാറ്റോഗ്രഫി സെപ്പറേറ്റ് ആണ്. ഓക്കെ, പ്രവീണ ഒരു 1/2 പേജ് വിട്ടിട്ട് താഴോട്ട് എഴുതിക്കോ. This method is used. Okay, sir. This method is used to separate mixtures into their components, components to purify compounds and to test the purity of compound. Purity of compound. Compound. Full stop it. Here the mixture to be separated is passed through a stationary phase, which may be a solid or a liquid. A mixture of solvent is allowed to move slowly over stationary phase. ഇത് തൽക്കാലം പഠിച്ചു, ഞാൻ അത് കൺസെപ്റ്റ് പറഞ്ഞു തരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. ഇത് ഇതായിട്ട് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. stationary phase. The moving phase is called mobile phase. Thus the components of the mixture gets gradually separated from
one another. ഇത് 2 ടൈപ്പ് ഉണ്ട്. അഡ്സോർഷൻ ക്രോമാറ്റോഗ്രഫി 2 ടൈപ്പ് ഉണ്ട്. ശരിക്കും 3 ടൈപ്പ് ഉണ്ട്. കളർ ക്രോമാറ്റോഗ്രഫി എന്നും കൂടെ ഉണ്ട്. അഡ്സോർഷൻ ക്രോമാറ്റോഗ്രഫി. അതേപോലെ തന്നെ പാർട്ടീഷൻ ക്രോമാറ്റോഗ്രഫി. ഇതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കുന്നില്ല. എന്താ ക്രോമാറ്റോഗ്രഫി എന്ന് മാത്രമേ ചോദിക്കുള്ളൂ. ഓക്കെ, ഇവിടെ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇനിയിപ്പോ ഈ പറഞ്ഞ അഡ്സോർപ്ഷൻ, ADSORPTION, അബ്സോർപ്ഷൻ അല്ല, അഡ്സോർപ്ഷൻ. സർഫസിൽ ഒട്ടിപ്പിടിക്കുന്നതിനാണ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. സർഫസിനുള്ളിലേക്ക് വലിച്ചെടുക്കുന്നതിനാണ് അബ്സോർപ്ഷൻ എന്ന് പറയുക. മനസ്സിലായി? നിങ്ങൾ ആ അബ്സോർപ്ഷനെ പറ്റി ഇതുവരെ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. അഡ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ സർഫസിൽ ഒട്ടിപ്പിടിപ്പിക്കും. ഒരു ഉദാഹരണം പറയാം. അതായത് എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ വായിച്ച് ഇതേപോലെ നിങ്ങൾ പഠിക്കുക. പക്ഷെ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഒരു വീട്ടില് ഒരു നാച്ചുറൽ വാട്ടർ പ്യൂരിഫയർ ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾ എന്താ സാധാരണ ചെയ്യാം? എന്താ ചെയ്യാ? അത് തന്നെ, കുപ്പിക്കകത്ത്. അപ്പൊ അത് ഞാനൊരു ഉദാഹരണം പറയാം. എന്റെ വീട്ടിലൊരു കിണറുണ്ടേ. അപ്പം ആ കിണറിന്റെ ഒരു ഞങ്ങൾക്ക് കുഴൽക്കിണറായിരുന്നു. കുഴൽക്കിണറായതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളം എന്താ വല്ല കട്ടിയുള്ള വെള്ളമാണ്. അപ്പോൾ അതുമല്ല, വെള്ളപ്പൊക്കം കഴിഞ്ഞ് ഞങ്ങളുടെ കുഴൽക്കിണർ വെള്ളം വരുന്നത് വളരെ കുറഞ്ഞു. നമുക്ക് വെള്ളം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ നമുക്ക് വെള്ളം കുറവായിരുന്നു. എന്തോ അവിടെ വെള്ളമില്ല, അതായിരിക്കും. അപ്പൊ ഞങ്ങൾ കിണർ കുത്തി. കുറച്ച് കഴിഞ്ഞാൽ പാറ പൊട്ടിച്ച് നമുക്ക് ഇപ്പൊ അത്യാവശ്യം നല്ലതായിട്ട് വെള്ളമുണ്ട്. അപ്പൊ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് ഒരു 3 വർഷം ഞാൻ അനുഭവിച്ചുകൊണ്ട് ഞാൻ ഇവിടുന്നായിരുന്നു വെള്ളം കൊണ്ടുപോയിക്കൊണ്ടത്. ഡെയിലി ഒരു 300 ലിറ്റർ കൊണ്ടുപോകും ഇവിടുന്ന്, പൊക്കിക്കൊണ്ട് വീട്ടിൽ പോകും. മനസ്സിലായോ? അപ്പൊ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് നന്നായിട്ട് അറിഞ്ഞുകൊണ്ട് നമ്മളിപ്പം അവിടെ ഒരു മഴവെള്ള സംഭരണി എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് നമ്മൾ ചെയ്തു. ഞാൻ തന്നെ ചെയ്തെടുത്ത സെറ്റപ്പാണ്. ഞങ്ങളുടെ വീടിന്റെ ബാക്ക് വശം ഇതാണ്. വീടിന്റെ മുകളിലുള്ള മൊത്തം വെള്ളവും എല്ലാം വന്നിട്ട് ഇവിടോട്ട് വീടിന്റെ ബാക്ക് വശത്ത് കഥകാണ്. ബാക്ക് വശത്തോട്ട് വരുന്ന രീതിയിലാണ് ഞാൻ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന്റെ സ്ലോപ്പ് ഒക്കെ മുകളിൽ കൃത്യമായിട്ട് കൊടുത്തിട്ട് ഒരു ഭാഗത്തൂടെ ആയിരിക്കും വെള്ളം എല്ലാം പുറത്തിയാടുന്നത്. വേറെ ഒന്നുമില്ല. അപ്പൊ ഈ ഭാഗത്തുനിന്ന് പുറത്തിയാടിയിട്ട് ഇവിടെ ഞാനൊരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. സ്റ്റാൻഡ് വെച്ചിട്ട് ഇവിടെ ഒന്ന് വെള്ളം, ഞാനിവിടെ ഒരു പൈപ്പ് ഉണ്ട്. ഈ പൈപ്പ് വഴി ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? വേണ്ട, ഇവിടെ ആയിട്ട് ഒരു മഴവെള്ള സംഭരണി, ഒരു വലിയ ബാരൽ കുഴിച്ചു. ഇത് കിണറാണ്. ഇത് കിണർ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പോവാ. ഇത് ഭൂമിയുടെ ലെവല. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ഞാനൊരു ബാരൽ ഒഴിച്ചു. എന്നിട്ട് ഈ ബാരലിന് ഏറ്റവും താഴെയായിട്ട് അതും കിണറുമായിട്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു ചെറിയൊരു ഒരു കണക്ഷൻ കൊടുത്തു. എന്നിട്ട് ഇതിനകത്ത് ഞാൻ 5 സാധനമാണ് നിറച്ചിരിക്കുന്നത്. 4 സാധനമാണ് നിറച്ചിരിക്കുന്നത്. ഏറ്റവും അടിയിൽ ചിരട്ട കത്തിച്ച കരി. അതിന്റെ തൊട്ടു മുകളിൽ ഞാൻ നിറച്ചിരിക്കുന്നത് മറ്റേ 3/4 മെറ്റലില്ലേ? മെറ്റൽ അറിയാമോ? മറ്റേ വാർക്കുന്നതൊക്കെ മെറ്റലില്ലേ, ചെറിയത്, അത്. പിന്നെ അതിന്റെ തൊട്ടു മുകളിൽ നിറച്ചിരിക്കുന്നത് ഒരു ഇതിന്റെ മറ്റേ പുളിയുടെ മരമില്ലേ? പുളിമരത്തിന്റെ തടിയുടെ പൊടിയില്ലേ? തടിയുടെ ചെറിയ ചെറിയ പീസ്, അത്. എന്നിട്ട് അതിന്റെ മണ്ടയ്ക്ക് ഞാൻ നിറച്ചിരിക്കുന്നത് എന്താ, നോർമൽ നമ്മുടെ മെറ്റലൊക്കെ വെളിയിലിടുന്ന ചിപ്സ് ഇല്ലേ, നടക്കാനാണ്. ഇത്രയും സാധനം ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒന്ന് വെള്ളം എവിടെ വീഴും അറിയോ? ആദ്യം ഇതിനകത്ത് വീഴും. ഓൾറെഡി കിണറ്റിൽ വെള്ളമൊക്കെ ഇറങ്ങും. അല്ലാതെ തന്നെ നമ്മൾ ആ മുകളിൽ നിന്ന് വരുന്ന വെള്ളത്തിനെ ഞാൻ ഇങ്ങനെ ഇതിനകത്ത് വെക്കും. അപ്പൊ എന്താ സംഭവിക്കുന്നത് അറിയോ? മുകളിൽ നിന്ന് വരുന്ന വെള്ളത്തിനകത്ത് മൊത്തം ഈ പറഞ്ഞ പോലെ ചള്ളയും അതും ഇതും മണ്ണും കല്ലും അതും ഇതും എല്ലാം കാണും. ശരിയല്ലേ? അപ്പം അതിങ്ങനെ വന്ന് ഇവിടെ വന്ന് വീഴുന്നു. ആദ്യത്തെ ലെയർ എന്താണ്? മറ്റേ ചെറിയ മെറ്റലാണ്. ആ ചെറിയ മെറ്റലിന്റെ അതിനെ കുറെ പ്യൂരിഫൈ ചെയ്യും. ഇപ്പൊ ഇവിടെ ഒരു കാര്യം ചെയ്യാം. ചള്ള വെള്ളമാണ് വീഴുന്നതെന്ന് വിചാരിച്ചു. അതായത് പക്ക ചള്ള വെള്ളമാണ് ഇതിനകത്ത് വീഴുന്നതെന്ന് വിചാരിച്ചു. ചള്ള വെള്ളം ഇങ്ങനെ വീഴും. ആ മെറ്റല് കുറെ അതിനകത്ത് ചള്ളയും മണ്ണും ഒക്കെ എന്ത് ചെയ്യും? ഈ മെറ്റൽ സർഫസിൽ അത് എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്ത് പിടിപ്പിക്കും.
ബാക്കിയുള്ളതിനെ തൊട്ട് താഴത്തെ പുളിയുടെ ഇതിലോട്ട് വിടും. ആ പുളിയുടെ ആ മരകഷ്ണങ്ങളൊക്കെ കുറെ അതിനകത്ത് ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ അബ്സോർബ് ചെയ്ത് കിട്ടും. അതിന്റെ തൊട്ട് താഴെ 3/4 ഇഞ്ചിലോട്ട് പോകും. 3/4 ഇഞ്ച് കുറെ ഇതിനെ അബ്സോർബ് ചെയ്തിട്ട് ചിരട്ടക്കരിയും ഇതുമാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടോക്സിൻസിനെ അബ്സോർബ് ചെയ്യുന്നത് നാച്ചുറലി. അപ്പൊ ചിരട്ടക്കരിക്കകത്തൂടെ കഴിഞ്ഞാൽ പിന്നെ വെളിയിലോട്ട് പോകുന്നുണ്ടല്ലോ. ഇവിടെ ചള്ള കളർ വെള്ളമായിരുന്നു ഇതിനകത്ത് വന്നു വീണത്. പക്ഷെ ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്ന വെള്ളം എന്താണെന്നറിയോ? നല്ല കിടുക്കാച്ച് നല്ല കണ്ണീര് പോലത്തെ വെള്ളമായിരിക്കും ഇവിടുന്ന് പുറത്തോട്ട് ചാടുക. ഇത്രയും ഇത് നാച്ചുറൽ പ്യൂരിഫിക്കേഷൻ. ഇത് ഞാൻ ചെയ്തെടുത്തിരിക്കുന്ന സാധനം, ഞാൻ തന്നെ ചെയ്തതായിരുന്നു. മനസ്സിലായി? ഇതാണ് നമ്മുടെ അബ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. അതാണ്, ഇതിനെ പറ്റിയാണ് ഞാൻ ഇവിടെ ഇത്രയും വലിച്ചു വാരി എഴുതിയിരിക്കുന്നത്. ഏത്? അത് ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മൾ അത് മാറ്റിയിട്ട് വീണ്ടും ഇതേപോലെ തന്നെ പല ലെയർ ആഡ് ചെയ്യണം. ഒരു വർഷം വരെയൊക്കെ അതെന്ത് ചെയ്യും കാര്യങ്ങളൊക്കെ. എന്തും ചള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയി ചള്ള അല്ലല്ലോ അതിനകത്ത് തന്നെ. വീടിന്റെ മണ്ടയ്ക്ക് ഒന്ന് ഒഴുകി വരുന്ന കട്ട ചള്ളയാണോ? അല്ലല്ലോ. നിങ്ങളുടെ വീടിന്റെ മണ്ടയ്ക്ക് മൊത്തം മണ്ണും ചള്ളയൊക്കെയാണോ ഇരിക്കുന്നത്? അല്ലല്ലോ. വീടിന്റെ മണ്ടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെള്ളം തന്നെ അവിടെ വരുന്നത്. വലിയ പ്രശ്നമൊന്നുമില്ല, എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. ഈ നല്ല ചള്ളവെള്ളമാണെങ്കിൽ നമുക്ക് ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം മാറ്റിയിട്ട് ഇതെല്ലാം കുഴിച്ചെടുക്കണം. അതെല്ലാം കളഞ്ഞിട്ട് പുതിയത് ആഡ് ചെയ്യണം, ഓരോ ലെയർ. മനസ്സിലായി? ഇപ്പൊ വെള്ളം ഇല്ലാത്ത സ്ഥലത്തെല്ലാം ഈ ടെക്നിക്കാണ്. ഒരിക്കലും വെള്ളം പറ്റത്തില്ല. ഈ വെള്ളം എന്ത് ചെയ്യുന്നറിയാമോ? കിണറ്റിനകത്തോട്ട് വരുമ്പോൾ കിണറിലെ വെള്ളം ഇങ്ങനെ നിറഞ്ഞു വരുവല്ല ചെയ്യുന്നത്. പകരം കിണറിന്റെ താഴെ എന്തുണ്ട്? താഴെ നമ്മൾ ഇവിടം വരെ റിങ് ഉള്ളൂ. ബാക്കി താഴോട്ട് ഇങ്ങനെ ഇവിടെ വലിയ വട്ടമാണ്. അപ്പൊ ഇവിടോട്ടൊക്കെ മണ്ണുണ്ട്. മണ്ണിനകത്തോട്ടൊക്കെ എന്ത് ചെയ്യും? ഇങ്ങോട്ടൊക്കെ ഈ വെള്ളം എന്ത് ചെയ്യും? അങ്ങോട്ടേക്കൊക്കെ ഒഴുകി വെള്ളത്തിന്റെ ചാൽ അങ്ങോട്ടേക്ക്. അപ്പൊ വെള്ളം നിറയുക ചെയ്യുന്നത്. അപ്പൊ വെള്ളം ഇല്ലാത്ത സമയത്ത് എന്ത് ചെയ്യും? അവിടോട്ടൊക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്ന വെള്ളം ഈ കിണറ്റിനകത്തോട്ട് എന്ത് ചെയ്യും? തിരിച്ച് വന്ന് വീഴും. അപ്പൊ നമുക്ക് വറവ് സമയത്ത് എന്ത് ചെയ്യും? വെള്ളം കിട്ടും. അതാണ് അതിന്റെ ടെക്നിക്ക്. മനസ്സിലായി? ഈ ഒരു ടെക്നിക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്രൊമാറ്റോഗ്രഫിയുടെ ഒരു എക്സാമ്പിളാണ്. അബ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫിയുടെ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ്. ഇത് കളർ പേപ്പർ വെച്ചിട്ടും ചെയ്യും. ഇപ്പം ഓർഗാനിക് കോമ്പൗണ്ടിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ നമ്മളൊരു കളർ പേപ്പർ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനകത്തോട്ട് മുക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഓർഗാനിക് കോമ്പൗണ്ട് ഓരോ കളറിനെ അബ്സോർബ് ചെയ്യുന്ന രീതി ഡിഫറെന്റ് ആയിരിക്കും. മനസ്സിലായി? ഇമ്പ്യൂരിറ്റീസ് ചിലപ്പം കുറച്ചുകൂടെ കൂടുതൽ അബ്സോർബ് ചെയ്യും. ഇപ്പം കുറച്ചുകൂടെ മുകളിലോട്ട് അത് അബ്സോർബ് ചെയ്യും. നിങ്ങളൊരു സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഗ്ലാസ്സിനകത്ത് ടിഷ്യൂ പേപ്പർ മുക്കി. ടിഷ്യൂ പേപ്പർ എന്ത് ചെയ്യും? അത്യാവശ്യം എല്ലാത്തിനും അബ്സോർബ് ചെയ്യും. എന്നാൽ നിങ്ങൾ ഒരു പത്ര പേപ്പർ അതിനകത്ത് മുക്കി വെച്ചാലോ അത്ര അബ്സോർപ്ഷൻ ചെയ്യത്തില്ല. അപ്പൊ ഈ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അബ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? മഴവെള്ളം അഴുക്കാവോ? ഒഴുകി വരുന്നതാണ് അഴുക്കായി. ഡയറക്റ്റ് ആയിട്ട് പെയ്യുമ്പോഴാണ് ഇങ്ങനെ അഴുക്കാണ്. പിന്നെ അതല്ലേ പിന്നെ നീ കുടിക്കുന്നേ? റെഡ് റെയിൻ അല്ല, ആസിഡ് റെയിൻ. ആസിഡ് റെയിൻ എന്ന് പറയുമ്പോൾ ചില സ്ഥലങ്ങൾ, ഇവിടെ ഒന്നും ആസിഡ് റെയിൻ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഈ ഒത്തിരി മെട്രോപൊളിറ്റൻ സിറ്റീസിലൊക്കെ അവിടുത്തെ ഇവാപറേഷൻ നടക്കുന്ന സമയത്ത് ഈ വണ്ടിയിൽ നിന്ന് വരുന്ന പുക, വണ്ടിയൊക്കെ ഇഷ്ടത്തിനുള്ള സ്ഥലങ്ങൾ, ഫാക്ടറി ഉള്ള സ്ഥലങ്ങൾ, അവിടെ ആസിഡ് റെയിൻ ഉണ്ടാവും. വെള്ളത്തിനകത്ത് ആസിഡിന്റെ കണ്ടന്റ് ഉണ്ടാവും. അത് ഡേഞ്ചറാണ്, സ്ലോ പോയിസണാണ്, പെതുക്കെ നമ്മളെ കൊല്ലും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ഇപ്പം ബോംബെ, ഡൽഹി പോലെയുള്ള സ്ഥലങ്ങളിലെ മെട്രോപൊളിറ്റൻ സിറ്റിയിലെ വണ്ടിയൊക്കെ കൂടുതലല്ലേ. അപ്പൊ അതിൽ നിന്ന് വരുന്ന പുകയൊക്കെ എന്ത് ചെയ്യും? ഇവാപറേറ്റ് ചെയ്ത് മുകളിലോട്ട് പോകുമ്പോൾ മഴയുമായിട്ട് മിക്സ് ചെയ്ത്, ഇപ്പം സൾഫർ ഡൈ ഓക്സൈഡ് മുകളിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെള്ളമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ സൾഫ്യൂറസ് ആസിഡ് H2SO3 ആയിട്ട് തിരിച്ചു വരും. അപ്പൊ ആസിഡാണ്. തിരിച്ചു വരുമ്പോൾ അതൊക്കെ ആയി രണ്ടിലും അവിടെ ഇവിടെയൊക്കെ വീഴുന്നത്. അത് ഡേഞ്ചറാണ്. പക്ഷെ എല്ലായിടത്തും അങ്ങനെ ഇന്ത്യയിലൊന്നും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. മനസ്സിലായോ? അത്രയ്ക്ക് വലിയ ആസിഡ് റെയിൻ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മുടെ ആഗ്രയില് ഒരു സൾഫർ ഫാക്ടറി ഉണ്ടായിരുന്നു പണ്ട്. ആഗ്ര നമ്മുടെ താജ്മഹലിന്റെ അടുത്ത്. അങ്ങനെ ആസിഡ് റെയിൻ മൂലം താജ്മഹലിന്റെ സർഫസിലെല്ലാം യെല്ലോ സ്പോട്ടുകൾ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ ഫാക്ടറി കേസ് കൊടുത്ത് പൊട്ടിച്ചു. അത് ആ ഭാഗത്തൊക്കെ സൾഫർ ഡൈ ഓക്സൈഡ് ആണ് പോയിട്ട് മുകളിൽ തിരിച്ചു വരുമ്പോൾ സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് തിരിച്ചു വരുന്നത്. അത് ആസിഡ് റെയിൻ. മനസ്സിലായി? ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും നീ ചോദിച്ചോണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? അതാണ് ഇതിനകത്തൊരു മൊബൈൽ ഫേസും സ്റ്റേഷനറി ഫേസും ഉണ്ട്. മൊബൈൽ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒഴുകി വരുന്ന സാധനം. സ്റ്റേഷനറി ഫേസ് എന്ന് പറയുമ്പോൾ എന്താ? ആ വെച്ചേക്കുന്ന സാധനം. അത് ലിക്വിഡോ അല്ലെങ്കിൽ സോളിഡോ ആവാം. നമ്മളിപ്പോ ഇവിടെ സോളിഡ് വെച്ചിട്ട് എക്സാമ്പിൾ പറയാം. മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതൊന്നും അങ്ങനെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. എന്താണ് ക്രോമാറ്റോഗ്രഫി എന്നൊരു ചോദ്യം ചോദിക്കും. ഒരു 2 മാർക്കിനായിരിക്കും ചോദ്യം. ഇത് അങ്ങോട്ടേക്ക് എഴുതി വെക്കുക, അത്രേ ഉള്ളൂ. അതിന് ഡിഫറെന്റ് ആയിരിക്കും. 2 മാർക്കിന് പിന്നെ ദിവസമായിട്ട് ചോദിക്കണം. 4 മാർക്കിന്.
ഇവിടെ നോക്കിയോ. അപ്പം നമ്മുടെ ഏറ്റവും ലാസ്റ്റിലെ ടോപ്പിക്കാണ് ഇത്. പരീക്ഷയ്ക്ക് ചോദിക്കും, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. നമ്മളിപ്പോ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആണ് പഠിക്കാൻ പോകുന്നത്. സോറി, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. നമ്മൾ ഇതുവരെ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി ക്വാണ്ടിറ്റേറ്റീവ്, അതായത് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് എത്ര ശതമാനം കാർബൺ ഉണ്ട്, എത്ര ശതമാനം ഹൈഡ്രജൻ ഉണ്ട്, എത്ര ശതമാനം നൈട്രജൻ ഉണ്ട്, എത്ര ശതമാനം ഓക്സിജൻ ഉണ്ട് എന്നൊക്കെയുള്ള അറിയുന്ന ടെക്നിക്കാണ് ഇത്. ഡിറ്റക്ട്. അത് എങ്ങനെ നമുക്ക് നൈട്രജൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. ഇപ്പം ഒരു ഓർഗാനിക് കോമ്പൗണ്ട് നിങ്ങളുടെ പാത്രത്തിൽ കൊണ്ട് വെച്ചിരിക്കുക, വൈറ്റ് പൗഡർ. അത് എന്താണ്, നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കറിവേപ്പാണോ അതോ ഓർഗാനിക് കോമ്പൗണ്ട് ആയിട്ടുള്ള സാധനമാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? അല്ലെങ്കിൽ ആ ഓർഗാനിക് കോമ്പൗണ്ട് അതിനകത്ത് നൈട്രജൻ ഉണ്ടോ ഇല്ലയോ, അല്ലെ അതിനകത്ത് ക്ലോറിൻ ഉണ്ടോ ഇല്ലയോ, അല്ലെ അതിനകത്ത് ബ്രോമിൻ ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ബ്രോമിൻ ഉണ്ടെങ്കിൽ അത് എത്ര ശതമാനം ഉണ്ട് എന്നൊക്കെ അറിയുന്ന കൺസെപ്റ്റ് ആണ് ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. അതാണ് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള അനാലിസിസ്. ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ്. നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാണ് എഴുതിയെന്ന് നോക്കിയാണ്. എഴുതിയിട്ടില്ല, അപ്പൊ എഴുതാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ ആദ്യം എഴുതിക്കോ ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. ഹെഡിങ് എഴുതിക്കോളൂ, ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? അതിനകത്ത് ഏതൊക്കെ കോമ്പൗണ്ട് ഉണ്ട് അത് ഡിറ്റക്ട് ചെയ്യാന്നുള്ളത്. ഈ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ കോമ്പൗണ്ടുകളൊക്കെ എത്രയുണ്ട് എന്ന് കൺസെപ്റ്റ്. ഓക്കെ ആണല്ലോ? ഓർഗാനിക് കോമ്പൗണ്ട്. അപ്പൊ അതിനകത്ത് ഒന്നാമത്തേത് ഡിറ്റക്ഷൻ ഓഫ് നൈട്രജൻ, സൾഫർ, ഹാലജൻ. ഇതിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള ടെസ്റ്റ് ആണ് പറയാൻ പോകുന്നത്. അതിൽ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. നമുക്ക് ഇതിനകത്തൊരു ടെസ്റ്റ് ചെയ്യാൻ പാകത്തിന് ഒരു കോമ്പൗണ്ടിനെ നമ്മൾ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എന്ന് പറയും, അതിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. നോക്കിയോ. അപ്പൊ ആദ്യത്തെ ടെസ്റ്റ് ലെസൈൻ ടെസ്റ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില്ലാത്ത ചോദ്യ പേപ്പർ ഞാൻ കണ്ടിട്ടേ ഇല്ല. ലെസൈൻസ് ടെസ്റ്റ്. സ്പെല്ലിംഗ് നോക്കണം, LASAIGNE. ലെസൈൻസ് ടെസ്റ്റ്. സ്പെല്ലിംഗ് നോക്കണം, പ്രൊണൗൺസ് ചെയ്യുന്ന പോലെ അല്ല സ്പെല്ലിംഗ്. നമുക്ക് കിട്ടുന്ന ഓർഗാനിക് കോമ്പൗണ്ട്, അതായത് നമുക്ക് ഏതാണോ ഓർഗാനിക് കോമ്പൗണ്ടിനെ ക്വാളിറ്റേറ്റീവ് ആയിട്ട് മെഷർ ചെയ്യേണ്ടത് അതിനെ എടുക്കുന്നു. ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് ഫ്യൂസ്ഡ് വിത്ത് മെറ്റാലിക് സോഡിയം. മെറ്റാലിക് സോഡിയം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടിനെ നമ്മൾ മെറ്റാലിക് സോഡിയവുമായിട്ട് അങ്ങ് ഫ്യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ? ഹീറ്റ് ആക്കിയിട്ട് മെൽറ്റ് ചെയ്യുക. വരെ റിയാക്ട് ചെയ്യുക. ഇന്നെ ഫ്യൂഷൻ ട്യൂബ്. അതിനായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ട്യൂബാണ് ഫ്യൂഷൻ ട്യൂബ്. എന്നിട്ട് അതെന്ത് ചെയ്യാന്നറിയോ? ഇറ്റ് ഈസ് then plunged into distilled water. It is then plunged into distilled water, taken in a China dish. Taken in a China dish. അതെന്ത് ചെയ്യുന്നു? അതായത് ആ ഫ്യൂഷൻ ചെയ്ത ആ സാധനത്തിനെ നമ്മൾ വാട്ടറുമായിട്ട് എന്ത് ചെയ്യുന്നു? ഡിസ്റ്റിൽഡ് വാട്ടറുമായിട്ട് എന്ത് ചെയ്യുന്നു? ചൈന ഡിഷിലോട്ട് എടുത്ത് മിക്സ് ചെയ്യുന്നു. ഓക്കെ. ദ സൊല്യൂഷൻ, അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായ സൊല്യൂഷനെ സൊല്യൂഷൻ ഈസ് ബോയിൽഡ്. ആദ്യം തിളപ്പിക്കുന്നു. ആൻഡ് ഫിൽറ്റേർഡ്. എന്നിട്ട് ഫിൽറ്റർ ചെയ്തെടുക്കുന്നു. ഇപ്പൊ തന്നെ ഇത് പഠിച്ചു നോക്കണം. നമുക്ക് കിട്ടിയ ഓർഗാനിക് കോമ്പൗണ്ടിനെ ഫ്യൂഷൻ ട്യൂബിനകത്ത് എടുത്തിട്ട് മെറ്റാലിക് സോഡിയമായിട്ട് ആഡ് ചെയ്തിട്ട് അതിനെ മെൽറ്റ് ചെയ്യിപ്പിക്കുന്നു. അതിനെ ഫ്യൂസ് ചെയ്യുന്നു, ഒരുമിച്ചാക്കുന്നു. അതായത് ഒരുമിച്ചാക്കുന്നു. എന്നിട്ട് അതിനെ നേരെ അതിനകത്തോട്ട് കുറച്ച് ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്യുന്നു. എന്നിട്ട് എന്താ? ചൈന ഡിഷിനകത്ത്. എന്നിട്ട് ആ ചൈന ഡിഷ് അടുപ്പത്തോട്ട് വെച്ചിട്ട് ബോയിൽ ചെയ്യുന്നു, തിളപ്പിക്കുന്നു. എന്നിട്ട് ആ തിളപ്പിച്ച സാധനത്തിനെ അരിച്ചെടുക്കുന്നു, ഫിൽറ്റർ ചെയ്തെടുക്കുന്നു. ഓക്കെ. ആ ഫിൽറ്റർ ചെയ്തെടുക്കുന്ന ആ എക്സ്ട്രാക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്
സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട്. ഈ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് വെച്ചിട്ടായിരിക്കും നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എന്തുണ്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ഉണ്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉണ്ടാക്കിയെടുക്കണം. ആ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉണ്ടാക്കിയെടുക്കുന്ന ആ പ്രോസസ്സിനെ മാത്രം പറയുന്ന പേരാണ് ലെസൈൻസ് ടെസ്റ്റ്. ഓക്കെ ആണല്ലോ, ശ്രദ്ധിച്ചോണം, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദിസ് ഫിൽട്രേറ്റ് ഈസ് known as sodium fusion extract. അപ്പൊ നമുക്ക് ഈ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിനകത്ത് നമ്മൾ ഈ എടുത്തിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് നൈട്രജൻ ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം, അതാണ് ആദ്യത്തെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം അത് എഴുതിക്കോ. പ്രസൻസ് ഓഫ് നൈട്രജൻ. പ്രസൻസ് ഓഫ് നൈട്രജൻ കണ്ടുപിടിക്കുന്നത് to one part of sodium fusion extract. Sodium fusion extract. Add freshly prepared ferrous sulfate solution. എന്നിട്ട് എന്ത് ചെയ്യാം, അതിനെ ഹീറ്റ് ചെയ്യുകയാണ്. ഹീറ്റഡ് ടു ബോയിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, തിളയ്ക്കുന്നിടം വരെ ചൂടാക്കി, ഹീറ്റഡ് ടു ബോയിലിംഗ്. എന്നിട്ട് കൂൾ ചെയ്തു, കൂൾഡ്. എന്നിട്ട് ആൻഡ് അസിഡിഫൈഡ് ഇതെല്ലാം പഠിക്കേണ്ടതാണ് കേട്ടോ. ഇതൊക്കെ മസ്റ്റായിട്ട് പഠിച്ചിട്ട് വേണം പോകാൻ. അസിഡിഫൈഡ് വിത്ത് ഡയല്യൂട്ട് H2SO4. എന്ത് ചെയ്യുന്നു, ഡയല്യൂട്ട് H2SO4 ആഡ് ചെയ്യുന്നു അതിനകത്തോട്ട്. അപ്പം അതിന്റെ ഒബ്സർവേഷൻ എന്താണെന്നറിയോ, നൈട്രജൻ ആണെങ്കിൽ അതിന്റെ ഒബ്സർവേഷൻ എന്താണെന്നറിയാമോ, ബ്ലൂ ഓർ ഗ്രീൻ coloration or precipitation. precipitate ഫോം ചെയ്യും. ഏതെങ്കിലും ബ്ലൂ ഓർ ഗ്രീൻ കളറിൽ precipitate ഫോം ചെയ്ത് കഴിഞ്ഞാൽ, ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ബ്ലൂ ഗ്രീൻ precipitate ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താ, ആ നമ്മൾ എടുത്തിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് എന്തുണ്ടെന്ന് അർത്ഥം, നൈട്രജൻ ഉണ്ടെന്ന് അർത്ഥം. അതായത് നമ്മൾ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എടുത്തിട്ട് അതിനകത്ത് ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള ഫെറസ് സൾഫേറ്റ് ആഡ് ചെയ്തിട്ട് ചൂടാക്കുന്നു, തണുപ്പിക്കുന്നു, കുറച്ച് H2SO4 ആഡ് ചെയ്യുന്നു. ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ അവിടെ ബ്ലൂ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകുന്നെങ്കിൽ അല്ലെങ്കിൽ ഗ്രീൻ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകുന്നെങ്കിൽ അതെന്താ, അതിനകത്ത് നൈട്രജൻ ഉണ്ട് എന്നുള്ളതാണ്. ക്ലിയർ ആണോ? ഇനി പ്രസൻസ് ഓഫ് ക്ലോറിൻ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? പ്രസൻസ് ഓഫ് ക്ലോറിൻ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? A little of sodium fusion extract is acidified with dilute HNO3 and then silver nitrate AgNO3 is added. നമ്മൾ ആ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിനകത്തോട്ട് എന്താ ആഡ് ചെയ്യുന്നു, ഡൈല്യൂട്ട് HNO3 ആഡ് ചെയ്യുന്നു. ആദ്യം ആസിഡിഫൈ ചെയ്യുന്നു, അതിനകത്ത് ആസിഡ് ഒഴിക്കുന്നു, എന്നിട്ട് സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യുന്നു. അപ്പൊ ഒബ്സർവേഷൻ എന്താന്ന് നോക്കിയോ, ഒബ്സർവേഷൻ വൈറ്റ് precipitate
വൈറ്റ് PPT. precipitate ഇങ്ങനെയാണ് എഴുതുന്നത്. that is soluble in soluble in NH4OH. ഇത് ഹെഡിങ്ങിനകത്ത് പ്രസൻസ് ഓഫ് ക്ലോറിൻ ആൻഡ് ബ്രോമിൻ എഴുതിക്കോ. കാരണം എന്താ അറിയോ, ഈ ചെയ്യുന്ന എക്സ്പെരിമെന്റ് സെയിം, ഒബ്സർവേഷൻ മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഒബ്സർവേഷൻ അപ്പം there is presence of chlorine. ഇനി ഈ എക്സ്പെരിമെന്റ് തന്നെ ചെയ്യുമ്പോൾ യെല്ലോ precipitate ആ ഫോം ചെയ്തെങ്കിലോ, if white precipitate എന്ന് എഴുതിയിട്ട് അടുത്തത് if yellow precipitate, yellow PPT that is insoluble ആണ്, that is insoluble in NH4OH ആണെങ്കിൽ there is presence of bromine. അതായത് നമ്മൾ ഈ ഇത് ചെയ്യുമ്പോൾ നമ്മൾ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് ആദ്യം HNO3 ആഡ് ചെയ്യുന്നു, പിന്നെ AgNO3 ആഡ് ചെയ്യുന്ന സമയത്ത് വൈറ്റ് precipitate ആണ് ഉണ്ടാകുന്നത്. അതിന്റെ പ്രത്യേകത NH4OH അത് സോലുബിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് ക്ലോറിൻ ഉണ്ടെന്ന് അർത്ഥം. ഇനിയും യെല്ലോ precipitate ആണ് ഫോം ചെയ്യുന്നത്, പക്ഷെ NH4OH ഒഴിക്കുമ്പോൾ അത് ഇൻസോലുബിൾ ആണെങ്കിൽ അത് ബ്രോമിന്റെ പ്രസൻസ് ആണ് കാണിക്കുന്നത്. ഓക്കെ ആണോ? അടുത്തത് presence of sulfur. 2 a little of sodium fusion extract, add sodium nitroprusside PRUSSID solution. അങ്ങനെ കോമ്പൗണ്ട് ആണ്, സൊല്യൂഷൻ ആണ്. ഒബ്സർവേഷൻ നൈട്രോപ്രുസൈഡ് PRUSSID. ആ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് വന്നിട്ട് സോഡിയം നൈട്രോപ്രുസൈഡ് ഒഴിച്ചു കഴിഞ്ഞാൽ ഒബ്സർവേഷൻ വയലറ്റ് കളറേഷൻ ആണെങ്കിൽ, വയലറ്റ് കളറേഷൻ indicates the presence of sulfur. അപ്പൊ ഇത് പഠിക്കണം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സാധനം പഠിച്ചിരിക്കണം. ഇത്ര ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും 100%. ഇത്ര ലെസൈൻസ് ടെസ്റ്റ് മുതൽ ഇങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് പോക്കണം. ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല കേട്ടോ. ഇനി നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്, അതും കൂടെ ഉള്ളൂ ചാപ്റ്ററിനകത്ത് തീരാനായിട്ട്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് ഓർഗാനിക്. ആദ്യത്തേത് എസ്റ്റിമേഷൻ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ. കാർബണും ഹൈഡ്രജൻ എത്ര പെർസെന്റേജ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ്. നോക്കിക്കോണേ, ഇക്വേഷൻ മാത്രം പഠിച്ചാൽ വേറെ ഒന്നും പഠിക്കണ്ട. പെർസെന്റേജ് ഓഫ് ഹൈഡ്രജൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഉള്ള ഇക്വേഷൻ നോക്കിക്കോണം, കാണാൻ പഠിക്കണം. 2/80 into molecular mass of H2O divided by molecular mass of ആ തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട്, molecular mass of organic compound into H2O ന്റെ molecular mass.
divided by molecular mass of എടുത്തിരിക്കുന്ന organic compound into 100. അടുത്തത് percentage of carbon കണ്ടുപിടിക്കാൻ വേണ്ടി ഉള്ള ഇക്വേഷൻ. ഈ ഇക്വേഷൻ കാണാൻ പഠിക്കണം, ഇത് വെച്ച് ചിലപ്പോൾ ന്യൂമറിക്കൽ ചോദിക്കും. ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. 12/44 into mass of CO2 divided by mass of compound, organic compound ആണ്, organic compound into 100 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ നമ്മൾ കാർബണേയും ഹൈഡ്രജൻ എസ്റ്റിമേറ്റ് ചെയ്തു. ഇനി എസ്റ്റിമേഷൻ ഓഫ് നൈട്രജൻ, ഇതിനകത്തെ ഡ്യൂമാസ് മെത്തേഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ഷുവർ ആയിട്ട് ചോദിക്കും. എസ്റ്റിമേഷൻ ഓഫ് നൈട്രജൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എസ്റ്റിമേഷൻ ഓഫ് നൈട്രജൻ, ശരിക്കും എസ്റ്റിമേഷൻ ഓഫ് നൈട്രജൻ ചെയ്യാൻ രണ്ട് മെത്തേഡ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് പഠിച്ചാൽ മതി. അത് ഡ്യൂമാസ് മെത്തേഡ് പഠിച്ചാൽ ഡ്യൂമാസ് മെത്തേഡ് ചോദിക്കത്തുള്ളൂ. മറ്റേത് ജെൽദാൽസ് മെത്തേഡ് ആണ്. ഡ്യൂമാസ് മെത്തേഡും ഉണ്ട്. ജെൽദാൽ എന്ന് പറയുമ്പോൾ കെ സൈലന്റ് ആണ്, KJEL ഡാൽ ആണ്, DHAL ജെൽദാൽ മെത്തേഡ്. ഇതിൽ ഞാൻ നിങ്ങളെ ഡ്യൂമാസ് മെത്തേഡ് മാത്രമേ പഠിപ്പിക്കത്തുള്ളൂ, കാരണം അത് പഠിച്ചാൽ മതി. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും, ഏതെങ്കിലും ഒരു എസ്റ്റിമേഷൻ മെത്തേഡ് പറയാനോ അല്ലെങ്കിൽ ഡ്യൂമാസ് മെത്തേഡ് പറയാനോ ആയിരിക്കും ചോദിക്കുന്നത്. ജെൽദാൽസ് പഠിക്കണ്ട, ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. നമുക്ക് പഠിക്കണ്ട, ചിലപ്പോൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കും, പക്ഷെ ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല. അപ്പം ഇനി അടുത്ത ഡ്യൂമാസ് മെത്തേഡ് എന്ന് എഴുതുകയാണ്. ഡ്യൂമാസ് മെത്തേഡ് organic compound is heated with copper oxide. നമ്മൾ കിട്ടിയിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടിനെ കോപ്പർ ഓക്സൈഡുമായിട്ട് ഹീറ്റ് ചെയ്യുന്നു in an atmosphere of CO2. CO2ന്റെ ഒരു പ്രസൻസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഓർഗാനിക് കോമ്പൗണ്ടിനെ കോപ്പർ ഓക്സൈഡുമായിട്ട് ഹീറ്റ് ചെയ്യുന്നേ. അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും, so that free nitrogen, carbon dioxide and water are produced. നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടിനെ കോപ്പർ ഓക്സൈഡുമായിട്ട് CO2ന്റെ പ്രസൻസിൽ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ ഫ്രീ നൈട്രജൻ ഉണ്ടാകുന്നു, അതിൻ്റെ അകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു, വാട്ടറും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതെല്ലാം മിക്സ്ചർ ആയിട്ടായിരിക്കുന്നത്, അതായത് നൈട്രജനും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറെല്ലാം മിക്സ്ചർ ആയിട്ടായിരിക്കുന്നത്. അപ്പൊ this mixture of gas is collected over aqueous KOH, which absorb, എന്തിനു വേണ്ടിയാണെന്നറിയോ, which absorb CO2. അതായത് ഈ മിക്സ്ചറിനകത്ത് നമുക്ക് എന്തിനാ മാത്രമാണ് വേണ്ടത്, നൈട്രജൻ മാത്രമാണ് വേണ്ടത്. എന്നാലേ എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ആ പ്രോഡക്റ്റിനകത്ത് എന്തൊക്കെയുണ്ട്, നൈട്രജൻ ഉണ്ട്, CO2 ഉണ്ട്, വാട്ടർ ഉണ്ട്. അപ്പൊ CO2നെ കളയണമെങ്കിൽ നമ്മൾ ഈ റിയാക്ഷൻ നടന്നതിനെ നമ്മൾ KOHന്റെ മണ്ടയ്ക്കൂടെ കടത്തി വിടുന്നു. അപ്പൊ ഈ KOH എല്ലാം എന്ത് ചെയ്യും, ഈ CO2നെ എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. പിന്നെ ഒന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കൂടെയുള്ള വാട്ടർ എന്ത് ചെയ്യും, വേപ്പർ ആയിട്ട് പോകും, ഇല്ലേ, പിന്നെ നൈട്രജൻ മാത്രമായിട്ടേ ഉള്ളൂ, അല്ലേ. അപ്പം നൈട്രജൻ is collected in the upper part of graduated tube.
ഇനി അങ്ങനെ ഉണ്ടാക്കിയ പെർസെന്റേജ് ഓഫ് നൈട്രജനെ കണ്ടുപിടിക്കാൻ വേണ്ടി നൈട്രജന്റെ പെർസെന്റേജ് ഓഫ് നൈട്രജൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഇക്വേഷൻ ഉണ്ട്. 28 ഡിവൈഡഡ് ബൈ 22,400 22,400 ഇൻറ്റു വോളിയം അറ്റ് എസ് ടി പി. വോളിയം അറ്റ് എസ് ടി പി എന്ന് പറയുമ്പോഴത്തേക്കും എസ് ടി പി എന്ന് പറയുമ്പോൾ 22.4 ലിറ്റർ ആണ്. ഡിവൈഡഡ് ബൈ മാസ് ഓഫ് കോമ്പൗണ്ട് ആണ്, ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. മാസ് ഓഫ് കോമ്പൗണ്ട് ഇൻറ്റു 100 ആണ്. അത് വി അറ്റ് എസ് ടി പി, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. വോളിയം അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. വോളിയം അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അത് 22.4 ലിറ്റർ ഫിക്സഡ് വാല്യൂ ആണ്. അതെ, അടുത്തത് എസ്റ്റിമേഷൻ ഓഫ് ഹാലജൻ. അടുത്ത എഴുതിക്കുക എസ്റ്റിമേഷൻ ഓഫ് ഹാലജൻ. ഹാലജൻ എസ്റ്റിമേറ്റ് ചെയ്യുന്ന മെത്തേഡിന്റെ പേര് കാരിയസ് മെത്തേഡ് എന്നാണ്. CARIUS, കാരിയസ് മെത്തേഡ്. ആ മെത്തേഡ് ഏതാണെന്നൊക്കെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും. അതേപോലെ സൾഫറിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്ന മെത്തേഡിന്റെ പേരും കാരിയസ് മെത്തേഡ് തന്നെയാണ്. അപ്പം ഇതും എന്താണെന്നുള്ള കാര്യം ഒന്ന് എഴുതണം. ഡ്യൂമാസ് മെത്തേഡ് പോലെ എ നോൺ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് is heated with fuming nitric acid in the presence of AgNO3 contained in a hard glass. Heated with the fuming nitric acid ആണ്. Fuming എന്ന് പറയുന്നത് എന്താ? പുക ആവി വന്നുകൊണ്ടിരിക്കുന്ന നൈട്രിക് ആസിഡ്. Contained in a hard glass. Hard glass known as Carius tube. അപ്പോൾ നമ്മൾ ആ ഓർഗാനിക് കോമ്പൗണ്ട് എന്ത് ചെയ്യുന്നു? നൈട്രിക് ആസിഡുമായിട്ട് ഫ്യൂമിംഗ് നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. AgNO3 പ്രസൻസിൽ ഹാർഡ് ഗ്ലാസ് അതായത് കാരിയസ് ട്യൂബിലാണ് നടത്തുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ കാർബൺ ആൻഡ് ഹൈഡ്രജൻ present in compound are oxidized to CO2 and water. CO2 water ആയിട്ട് മാറുന്നു. ഹാലജൻ എന്ത് ചെയ്യും? The halogen present forms corresponding സിൽവർ നൈട്രേറ്റ് ആ ചേർത്തിരിക്കുന്നതുകൊണ്ട് സിൽവറും ഹാലജനും കൂടെ ചേർന്നിട്ട് സിൽവർ ഹാലൈഡ് ഉണ്ടാവും.
സിൽവർ സിൽവർ ഹാലൈഡ് സിൽവർ ഹാലൈഡ്. പിന്നെ അതെന്താ ചെയ്യുന്നത്? അത് ആദ്യം ഫിൽട്ടർ ചെയ്യുന്നു. ഇറ്റ് ഈസ് ഫിൽട്ടേർഡ്, വാഷ്ഡ്, ഡ്രൈഡ് ആൻഡ് വെയ്ഡ്. വെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? വെയിറ്റ് നോക്കുന്നു, തൂക്കുന്നു. എന്നിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ കൊടുക്കുന്നത്. ഹാലജൻ കുറെ ഉണ്ട്. ഇപ്പം പെർസെൻറ്റേജ് ഓഫ് ക്ലോറിൻ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ 35.5 ഡിവൈഡഡ് ബൈ 143.5 ഇൻറ്റു മാസ് ഓഫ് AgCl ഡിവൈഡഡ് ബൈ മാസ് ഓഫ് കോമ്പൗണ്ട് ഇൻറ്റു 100. അതേപോലെ തന്നെ പെർസെൻറ്റേജ് ഓഫ് ബ്രോമിൻ ആണ്. ഹാലജൻ എന്ന് പറയുമ്പോൾ കുറെ ഉണ്ടല്ലോ. ബ്രോമിൻ ആണെങ്കിൽ ഇക്വേഷൻ 80 ഡിവൈഡഡ് ബൈ 188 ഇൻറ്റു എന്താ? മാസ് ഓഫ് AgBr ഡിവൈഡഡ് ബൈ മാസ് ഓഫ് കോമ്പൗണ്ട് ഇൻറ്റു 100. അതേപോലെ തന്നെ അയഡിൻ ആണ് നിങ്ങൾക്ക് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതെങ്കിൽ, പെർസെൻറ്റേജ് ഓഫ് അയഡിൻ ആണ് നിങ്ങൾക്ക് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതെങ്കിൽ 127 ഡിവൈഡഡ് ബൈ 235 ഇൻറ്റു മാസ് ഓഫ് സിൽവർ അയഡൈഡ് AgI ഡിവൈഡ് ബൈ മാസ് ഓഫ് കോമ്പൗണ്ട് ഇൻറ്റു 100 ചെയ്താണ്. ഇതൊന്നും ചോദിക്കത്തില്ല കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് പഠിപ്പിക്കണമെന്നുള്ളതുകൊണ്ട് പഠിപ്പിച്ചു പോയതാ. നൈട്രജന്റെ പഠിക്കുക, കാർബണിന്റെ പഠിക്കുക, ഹൈഡ്രജന്റെ പഠിക്കുക, ക്വാണ്ടിറ്റേറ്റീവ്. ഡ്യൂമാസ് മെത്തേഡ് പഠിക്കുക, കാലിസ് മെത്തേഡ് എന്താണെന്ന് പഠിക്കുക. അത്രേ ഉള്ളൂ. അല്ല, ഇനിയിപ്പം എസ്റ്റിമേഷൻ ഓഫ് സൾഫർ കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരും. ഹാലജൻ എന്താണ്? ക്ലോറിനും ബ്രോമിനും അയഡിനും ഒക്കെ ഹാലജൻസ് അല്ലേ? ആണോ? അപ്പൊ എസ്റ്റിമേഷൻ ഓഫ് സൾഫർ കൊണ്ട് എഴുതിക്കോ ലാസ്റ്റ് ടോപ്പിക്. അതോടെ കഴിഞ്ഞ് നിർത്തിയേക്കാമേ. എസ്റ്റിമേഷൻ ഓഫ് സൾഫർ, അതിനെ കാരിയസ് മെത്തേഡ് എന്നാണ് വിളിക്കുന്നത്. കാരിയസ് മെത്തേഡ് എന്ന് തന്നെ വിളിക്കുന്നത്. അത് മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് is heated in carrier tube with sodium peroxide or fuming nitric acid, fuming HNO3. Sulfur present in the compound is oxidized to sulfuric acid. It is precipitated as barium sulfate by adding excess barium chloride. അതായത് നമ്മളൊരു ഓർഗാനിക് കോമ്പൗണ്ട്, സൾഫർ ഉള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കാരിയസ് ട്യൂബിൽ ഹീറ്റ് ചെയ്തിട്ട് ഒന്നേ സോഡിയം പെറോക്സൈഡ് ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫ്യൂമിംഗ് നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുന്നു. അപ്പോൾ ആ സൾഫർ സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് മാറുന്നു. ആ സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് മാറുന്ന സമയത്ത് നമ്മൾ ബേരിയം ക്ലോറൈഡ് അതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബേരിയം സൾഫേറ്റ് ഉണ്ടാവും. ആ ബേരിയം സൾഫേറ്റ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ്. ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോൾ അവിടെ ബേരിയം സൾഫേറ്റ് ഉണ്ടാവും.
അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനകത്ത് എന്തുണ്ടെന്ന്, സൾഫർ ഉണ്ടെന്ന്. ഇതും അതേപോലെ തന്നെ precipitate എന്താ ഫിൽട്ടർ ചെയ്യുന്നു, വാഷ് ചെയ്യുന്നു, ഡ്രൈ ചെയ്യുന്നു, വെയ് ചെയ്യുന്നു. പിന്നെ അതിന്റെ പെർസെന്റേജ് കൂടെ എഴുതിക്കോ, കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ലാസ്റ്റ് കഴിഞ്ഞു. പെർസെന്റേജ് ഓഫ് സൾഫർ കണ്ടുപിടിക്കാൻ വേണ്ടി 32/233 ഇൻറ്റു മാസ് ഓഫ് BaSO4 മാസ് ഓഫ് BaSO4 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് കോമ്പൗണ്ട്, ഓർഗാനിക് കോമ്പൗണ്ട് ആണ്, മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഇൻറ്റു 100. ഇതോടെ നമ്മുടെ ടോപ്പിക്ക് തീർന്നു.